Hello students. Next chapter എന്ന് പറഞ്ഞാൽ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നുള്ളതാണ് പറയുന്നത്. ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സിംഗിൾ ലെറ്റർ ട്രാൻസ്ഫോർമേഷൻസും അതുപോലെ ഡയഗ്രാഫ്സും ഒക്കെ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് എന്താണെന്നുള്ളതും എവിടെ നിന്ന് എവിടേക്കുള്ള മാപ്പിംഗ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നുള്ളത്, അഫൈൻ ക്രിപ്റ്റോ സിസ്റ്റം എന്താണെന്നുള്ളത് കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, അതൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ലെറ്റർ ട്രാൻസ്ഫോർമേഷൻ ആണ് എങ്കിൽ അത് ഹാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ വേറൊരാൾക്ക് അത് ഡീകോഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിന് പകരം ഒരു ഡയഗ്രാഫ് ആണെങ്കിൽ കുറച്ചുകൂടെ കമ്പ്യൂട്ടേഷൻസ് ബുദ്ധിമുട്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കെ ലെറ്റർ സിസ്റ്റം ആണ് എങ്കിൽ, കെ ലെറ്റർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് എങ്കിൽ, രണ്ടെണ്ണത്തിന് പകരം 3 or 4 ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് എങ്കിൽ അതനുസരിച്ച് അവിടെ ഡിക്കോഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡെസിഫർ ചെയ്യാനുള്ള ഫംഗ്ഷൻ കണ്ടുപിടിക്കൽ, അതായത് എഫ് ആണ് എൻസിഫറിങ് ഫംഗ്ഷൻ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെസിഫർ ചെയ്യുന്നത് എഫ് ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ടാണ് അല്ലേ. ആ എഫ് ഇൻവേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കാൽക്കുലേഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കുറവായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെറിറ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് കൃത്യമായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ എൻസിഫറിങ് ഒരു ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണ് എങ്കിൽ അതിൻ്റെ എൻസിഫറിങ് പാരാമീറ്റേഴ്സ് AB ആണ്. അതിന് നമ്മൾ KE എന്ന് പേര് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡെസിഫറിങ്ങിനുള്ള പാരാമീറ്റേഴ്സിന് KP എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ എഫും എഫ് ഇൻവേഴ്സും ആണ് ഇവിടുത്തെ രണ്ട് ഫങ്ഷൻസ് നമുക്ക് വരുന്നത്. ഇവിടെ നമ്മുടെ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആവുമ്പോൾ പിയുടെ വാല്യൂ വരുന്നത് ഇതും, അതുപോലെ നമുക്ക് സിയുടെ വാല്യൂ വരുന്നത് C is congruent to AP plus B mod n. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു N² തന്നെ ലെറ്റർ ആൽഫബറ്റിലേക്ക് പോകുമ്പോൾ തന്നെ, അതായത് ഡയഗ്രാഫിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ച് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ K greater than 3 അല്ലെങ്കിൽ 3 and above ലെറ്റർ ആൽഫബറ്റ് നമ്മൾ എടുക്കുകയാണ് എങ്കിൽ നമുക്കവിടെ ന്യൂമറിക്കൽ ഇക്വാലൻസ് കിട്ടുക Z/n⁻⁴ ഡയഗ്രാഫ് ആയിരുന്നപ്പോൾ Z/n²Z കിട്ടിയിരുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 3യോ 3യിൽ ഗ്രേറ്റർ ദാൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലാണ് നമുക്ക് വാല്യൂ കിട്ടുക. അവിടെ നമുക്ക് ആ കെ ലെറ്റർ ബ്ലോക്സിനെ ഡെസിഫർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെറിറ്റായിട്ടും പറയുന്നത്. എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ഡെസിഫർ ചെയ്യണമെങ്കിൽ KE കുറിച്ചിട്ടുള്ള, അതായത് KD കുറിച്ചിട്ടുള്ള, അതായത് ഡെസിഫറിങ് കീയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു നോളേജ് നമുക്ക് ഉണ്ടായാൽ മാത്രമാണ് അത് ഡെസിഫർ ചെയ്യാൻ പറ്റുള്ളൂ. അത് അറിയാത്ത ആൾക്ക് അത് ഡെസിഫർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ വീണ്ടും അതിൻ്റെ ഒരു മെറിറ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് വരുന്ന ഒരു പോയിന്റ്, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നുള്ളൊരു ഐഡിയ വരുന്നത്. അത് ഇൻവെൻ്റ് ചെയ്തത് ആരാണ് എന്നുള്ളതും ഒക്കെ പറയുന്നുണ്ട്. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നുള്ള ക്രിപ്റ്റോ സിസ്റ്റത്തിന് ഇൻവെൻ്റ് ചെയ്തത് W. ഡിഫൈൻ ആൻഡ് H. ഹെൽമൻ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ്. അപ്പോൾ അവർ അതിൽ യൂസ് ചെയ്തിരുന്നത് കെ ലെറ്റർ ബ്ലോക്സ് അല്ലെങ്കിൽ കെ ലെറ്റർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് അവിടെ എൻസിഫർ ചെയ്യാനും, ഫങ്ഷൻസ് ആണ് അവിടെ എൻസിഫർ ചെയ്യാനും ഡെസിഫർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്തിരുന്നത്. അതാണ് ആ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ അവിടെ എടുത്തു പറയാനുള്ള കാര്യം, അതായത് എഫ് ആണ് P to C ഉള്ള ഫംഗ്ഷനും എഫ് ഇൻവേഴ്സ് ആണ് C to P ഉള്ള ഫംഗ്ഷനും എങ്കിൽ നമുക്ക് എഫ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ എഫ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എഫ് ഇൻവേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് അറിഞ്ഞേ പറ്റൂ. അതല്ലാതെ നമുക്ക് എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ from the standpoint of realistic computability, the function f is not in computability, the function f is not invertible. അതായത് അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നും അറിയാതെ, ഡെസിഫറിങ് കീ ഒന്നും അറിയാതെ നമുക്ക്
അതിനെ ഡെസിഫർ ചെയ്യാനായിട്ട് പറ്റില്ല. എഫ് ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡെസിഫർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. സച്ച് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ട്രാപ്ഡോർ ഫംഗ്ഷൻ. അതായത് അതിനെക്കുറിച്ചുള്ള ആ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ KD, അതായത് ഡെസിഫറിങ് കീയെ കുറിച്ചുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ അറിയാതെ എഫ് ഇൻവേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, എഫ് ഇൻവേഴ്സ് എന്താണെന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ട്രാപ്ഡോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ട്രാപ്ഡോർ ഫംഗ്ഷൻ. ഇനി എന്താണ് വൺ വേ ഫംഗ്ഷൻ എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. വൺ വേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് കൺസെപ്റ്റ് വൺ വേ കൺസെപ്റ്റ് ഫംഗ്ഷൻ. ദിസ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഈസി ടു കമ്പ്യൂട്ട് ബട്ട് ഫോർ വിച്ച് എഫ് ഇൻവേഴ്സ് ഈസ് ഹാർഡ് ടു കമ്പ്യൂട്ട് ആൻഡ് cannot be made easy to compute even by acquiring some additional information. വൺ വേ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഈവൻ അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് അറിയാമെങ്കിൽ കൂടിയും, അതായത് ഡെസിഫറിങ് കീ ഒക്കെ അറിയാമെങ്കിൽ കൂടിയും അതിൻ്റെ കാൽക്കുലേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ട്രാപ്ഡോർ ആണ് എങ്കിൽ ഡെസിഫറിങ് കീ അറിയാമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. പക്ഷേ ഇത് കുറച്ചും കൂടെ കമ്പ്യൂട്ടേഷൻ ബുദ്ധിമുട്ടായിരിക്കും വൺ വേ ഫംഗ്ഷനാണ് എങ്കിൽ. അപ്പോൾ ഈ വൺ വേ ഫംഗ്ഷനാണ്, അതിൽ നിന്നാണ് നമ്മൾ RSA പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി, ക്രിപ്റ്റോ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വൺ വേ സിസ്റ്റമാണ് നമ്മൾ RM നെഥാം എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് അത് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യില്ലേ, പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വൺ വേ സൈഫറാണ് കേട്ടോ. വൺ വേ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ്, അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കുക. കമ്പ്യൂട്ടർ അത് എൻസിഫർ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതും നമ്മൾ വീണ്ടും അത് റീ എൻ്റർ ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിനെ എൻസിഫർ ചെയ്ത് ഓൾറെഡി സ്റ്റോർ ചെയ്ത എൻസിഫേർഡ് മെസ്സേജ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതും, നമ്മളത് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുന്ന സമയത്ത്, പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് അതത് മാറ്റുന്നതും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതൊരു അപ്ലിക്കേഷനാണ് കേട്ടോ. നമ്മുടെ ക്രിപ്റ്റോഗ്രഫിയുടെ വൺ വേ ഫങ്ഷൻസിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അത് മറ്റൊരാൾക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് എളുപ്പമല്ല. കാരണം കമ്പ്യൂട്ടർ അതിൻ്റെ എൻസിഫേർഡ് ഫോമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആക്ച്വലി അതെന്താണ് ആ പാസ്വേഡ് എന്നറിയണമെങ്കിൽ അതിനെ ഡെസിഫർ ചെയ്യാൻ പറ്റണം. ഡെസിഫർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും വൺ വേ ഫങ്ഷൻസ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കത് അതിൽ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജിൽ നിന്നൊന്നും ഡെസിഫർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത കാര്യം പറയുന്നത് ആ മാപ്പ് എന്താണെന്ന്, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ആ വൺ വേ മാപ്പ് പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന FP എന്നുള്ള മാപ്പ് പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മാപ്പാണ്. അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ വിച്ച് ഈസ് not hard to evaluate by the computer but which takes an unreasonably long time to invert. ഇതാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. P is equal to 2⁻64 - 59 ആണ് വരുന്നത്. FP to FP ആണ് ആ മാപ്പിംഗ് വരണേ. പോളിനോമിയൽ ഫംഗ്ഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ പോളിനോമിയൽ ഫംഗ്ഷൻ. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. About the coefficients AI were arbitrarily 19-digit integers. The above definition of a public key crypto system and a one-way or trapdoor function are not precise form of a rigorous mathematical standpoint. Notion of realistic computability plays a basic role, but there is an empirical concept that is affected by advances in computer technology. അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മളിവിടെ പറയുന്നത്. ഇനി ആൻഡ് ദ ഡിസ്കവറി ഓഫ് ന്യൂ അൽഗോരിതംസ് വിച്ച് സ്പീഡ് അപ്പ് ദ പെർഫോമൻസ് ഓഫ് അരിതമെറ്റിക് ടാസ്ക്. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു വലിയ ടാസ്കിൽ നിന്ന് മാറി കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക, എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡെസിഫർ ചെയ്യാനായിട്ട് പറ്റുന്ന ആ ഒരു സിസ്റ്റത്തിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് കൺസീവബിൾ ദാറ്റ് സം ട്രാൻസ്ഫോർമേഷൻ കുഡ് ബി proved to be trapdoor. That is, there could be a theorem that provides a non-trivial lower bound for the number of bit operations that would be required on the average, that is for random values of key parameters. അപ്പോൾ ട്രാപ്ഡോർ ആണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞില്ലേ.
അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ട്രാപ്പ് ഡോർ ഫങ്ഷൻസ് ആണ് എങ്കിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ അവിടെ തന്നിട്ടുണ്ടായിരിക്കും. In order to figure out and implement a deciphering algorithm without the deciphering key, here one would have to allow the possibility of examining the corresponding plain text, ciphertext message units. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് പറയാനുള്ളത് user can generate an arbitrary number of plain text, ciphertext pairs. One could also have to allow the use of probabilistic methods which, while not guaranteed to break the code at once, would be likely to work if repeated many times. ഇതൊക്കെ ഒന്ന് വായിച്ചിരുന്നാൽ മതി. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. ഈ ട്രാപ്പ് ഡോർ ഫങ്ഷൻസ് ആയാലും ശരി, വൺ വേ ഫങ്ഷൻസ് ആയാലും ശരി, അതൊക്കെ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയുടെ അണ്ടറിലാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ 1-2 ആപ്ലിക്കേഷൻസ് വേറൊരു ആപ്ലിക്കേഷനും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അതും കൂടെ വായിച്ചിരിക്കുക. ഓക്കെ, traditionally, cryptography was used mainly for necessary and diplomatic purposes. Usually, there was a small, well-defined group of users who could all share a system of keys, and new keys could be distributed periodically so as to keep the enemy guessing. അപ്പോൾ ഇവിടെ ഒരു probabilistic ഡെസിഫറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. പല പ്രാവശ്യം അത് ഗസ് ചെയ്ത് നമുക്ക് അത് ഹാക്ക് ചെയ്യുന്നവർക്ക് അത് ഗസ് ചെയ്ത് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ എൻസിഫറിങ് ആൻഡ് ഡെസിഫറിങ് കീസ് ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അതായത് ഹാക്കിംഗ് ഒഴിവാക്കാനായിട്ട് അതിൻ്റെ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ കീസ്, എൻസിഫറിങ് കീയും ഡെസിഫറിങ് കീയും അത് രണ്ടും മാറ്റിക്കൊണ്ടിരിക്കുക. എൻസിഫറിങ് കീ മാറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡെസിഫറിങ് കീയിലും ചേഞ്ച് വരും. ഓക്കെ. In recent years, the actual and potential applications of cryptography have expanded to include many other areas, whereas communication system play a vital role collecting and keeping records of confidential data, electronic financial transactions and so on. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങളത് വായിച്ചിരിക്കുക. ഒരു ഒക്കേഷൻ പറയുന്നുണ്ട് ഇവിടെ. 2 parties may share a secret communication on occasion, and then a little later any one of them may want to send a confidential message to a third party. That is, the alliances who is sharing a secret with whom may be continually shifting. It might be impractical always to be exchanging keys with all possible confidential correspondence. Note that with a public key system, it is possible for 2 parties to initiate a secret communication without ever having had any prior contact, without having established any prior trust for one another, without exchanging a preliminary information. All of the information necessary to send an enciphered message is publicly available. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു മെറിറ്റ് എന്നോ അല്ലെങ്കിൽ ഡീമെറിറ്റ് എന്നോ നമുക്ക് പറയാം. കാരണം അത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് അറിഞ്ഞിരിക്കണം. എൻസിഫറിങ് കീയും ഡെസിഫറിങ് കീനെയും കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിരിക്കും. കാരണം അതിലുള്ള മെമ്പേഴ്സ് എല്ലാം അത് അവർക്ക് അറിഞ്ഞാൽ മാത്രമാണ്
അത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ.